മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ ഇത് സശ്രദ്ധം സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കൂട്ടായ്മയിലും ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് വചനം ശ്രവിക്കുന്ന മക്കളെ കർത്താവിത മാടി വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അവരോട് വ്യക്തിപരമായിട്ട് ഈശോയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ട്. വചനമാകുന്ന യേശുവിന് എന്തോ സംസാരിക്കാനുണ്ട്. സങ്കീർത്തനം 33:18 ഇതാ തന്നെ ഭയപ്പെടുന്നവരുടെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. കടാക്ഷിക എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുന്നത്. യേശുവിനെ പ്രസാദിപ്പിക്കാത്തവർക്ക് യേശുവിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നിരാശയിലേക്കും സങ്കടത്തിലേക്കും പിശാച് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈശോ പറയുന്നിടത്ത് പോകുകയും ഈശോ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. പരിഹസിക്കപ്പെടുമ്പോഴും സംശയിക്കപ്പെടുമ്പോഴും യേശുവിൽ അഭയം തേടുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. കൈപ്പേറിയ അനുഭവങ്ങൾ തിരമാലകൾ പോലെ വരുമ്പോഴും ഈശോയിൽ ആശ്രയിച്ച് യേശുവിനെ കെട്ടിപ്പിടിച്ച് യേശുവിനെ സ്നേഹിക്കുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു തരാൻ ഒന്നുമില്ല എന്നറിഞ്ഞിട്ടും സഹായിക്കുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. മറക്കരുത് കേട്ടോ. സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ പൊന്നോമന മക്കളെ, നിങ്ങളെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് വേദനിച്ച് ഏകാന്തതയുടെ തടവറയിൽ കഴിഞ്ഞ് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന സഹോദര സഹോദരി, കർത്താവ് നിന്നെ കടാക്ഷിക്കുന്നു, നിന്നെ ഉറ്റുനോക്കുന്നു. നീ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളും നിന്റെ തിന്മയുടെ മാർഗങ്ങളും വിട്ടുപേക്ഷിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രത്യാശയിലേക്ക് കടന്നു വരിക. അവിടെ നിന്ന് നിന്നെ കടാക്ഷിക്കുന്നുണ്ട്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ സഹോദര സഹോദരി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കരമുയർത്തി നിന്നെ അനുഗ്രഹിക്കുവാൻ യേശു വന്ന് നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇത് ഷെയർ ചെയ്യുന്ന സർവ്വ മക്കളോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.